ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സ്പോർട്സ് മേഖലയിൽ ഇനി വരുന്ന ഏതൊരു PSC പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇനി വരുന്ന ഏതൊരു കേരള PSC പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 38ാമത് ദേശീയ ഗെയിംസ് ആണ് കേട്ടോ. പഠിച്ചു നോക്കുക. 38ാമത് ദേശീയ ഗെയിംസ് 2025. 38ാമത്തെ ദേശീയ ഗെയിംസ് 2025ന്റെ വേദി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് കേട്ടോ. പഠിച്ചു നോക്കുക, ഉത്തരാഖണ്ഡാണ്. അപ്പോൾ പഠിക്കുക, 38ാമത് ദേശീയ ഗെയിംസ് 2025ന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. അപ്പോൾ ഈ 38ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ്? സർവീസസ് ആണ് കേട്ടോ. ഒന്നാം സ്ഥാനം നേടിയത് സർവീസസ് ആണ്. 68 സ്വർണവും അതുപോലെ തന്നെ 26 വെള്ളിയും 27 വെങ്കലവും നേടിയാണ് ഒന്നാം സ്ഥാനത്തേക്ക് സർവീസസ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ാം സ്ഥാനമാണ്. അപ്പം 38ാമത് ദേശീയ ഗെയിംസ് 2025ൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ാം സ്ഥാനമാണ്. 14ാം സ്ഥാനമാണ്. അഥവാ 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവും. 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവും നേടിയാണ് കേരളം 14ാം സ്ഥാനത്തേക്ക് വന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്, നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ കേരളത്തിൻ്റെ താരമാരാണ്? സജൻ പ്രകാശ് ആണ് കേട്ടോ. സജൻ പ്രകാശ്. അപ്പോൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ കേരളത്തിൻ്റെ താരമാരാണ്? സജൻ പ്രകാശാണ്. സജൻ പ്രകാശാണ്. അടുത്ത നോക്കാം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയ വ്യക്തി ആരാണ്? സുഫ്ന ജാസ്മിൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. സുഫ്ന ജാസ്മിൻ ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ പഠിച്ചു നോക്കുക. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയ വ്യക്തി ആരാണ്? സുഫ്ന ജാസ്മിൻ ആണ്. സുഫ്ന ജാസ്മിൻ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 38ാമത് ദേശീയ ഗെയിംസ് 2025ന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലായിരുന്നു. വേദി ഉത്തരാഖണ്ഡായിരുന്നു. ഒന്നാം സ്ഥാനം സർവീസസ്. കേരളത്തിൻ്റെ സ്ഥാനം 14ാം സ്ഥാനമാണ്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 14ആണ്. 13 സ്വർണവും 17 വെള്ളിയും 24 വെങ്കലവുമാണ് കേരളത്തിൻ്റെ നേട്ടം. അതുപോലെ തന്നെ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ കേരളത്തിൻ്റെ താരമാരാണ്? സജൻ പ്രകാശാണ്. അതുപോലെ തന്നെ 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണം നേടിയ വ്യക്തി ആരാണ്? സുഫ്ന ജാസ്മിൻ ആണ്. സുഫ്ന ജാസ്മിൻ ആണ്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജംപ് താരമാരാണ്? മുരളി ശ്രീശങ്കർ ആണ് കേട്ടോ. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക. പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജംപ് താരം ആരാണ്? മുരളി ശ്രീശങ്കർ ആണ് കേട്ടോ. മുരളി ശ്രീശങ്കർ ആണ്. 7.75 മീറ്ററാണ് അദ്ദേഹം ലോങ് ജമ്പിലൂടെ ചാടിയത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. പോർച്ചുഗലിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജംപ് താരം ആരാണ്? മുരളി ശ്രീശങ്കർ ആണ്. മുരളി ശ്രീശങ്കർ ആണ്. 7.75 മീറ്ററാണ് അദ്ദേഹം ചാടിയ ലോങ് ജമ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ ദൂരം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2025ൽ ഇന്ത്യയിൽ നടന്ന പ്രഥമ പുരുഷ വനിതാ ഖോഖോ ലോകകപ്പിലെ ചാമ്പ്യന്മാരാരാണ്? രണ്ടും നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു നടന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യ തന്നെയാണ് ചാമ്പ്യന്മാരായിട്ട് വന്നത്. അപ്പം ഖോഖോ ലോകകപ്പ് 2025ലെ പ്രഥമ ഖോഖോ ലോകകപ്പ് നടന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. ആ ഖോഖോ ലോകകപ്പ് വനിതാ ഖോഖോ ലോകകപ്പിലെ വിജയും ചാമ്പ്യന്മാരാരാണ്? അതും നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഈ ഖോഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ആരാണ്? നിഖിൽ ബി കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും. മലയാളി ആയതുകൊണ്ട് തന്നെ കേരള PSC പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക. ലോകകപ്പിൽ ഇടം നേടിയ, അതായത് ഖോഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ആരാണ്? നിഖിൽ ബി ആണ്. നിഖിൽ ബി ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025ൽ ഇന്ത്യയിൽ നടന്ന പ്രഥമ വനിതാ ഖോഖോ ലോകകപ്പിലെ ചാമ്പ്യന്മാർ ആരാണ്? ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഈ ഖോഖോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ആരാണ്? നിഖിൽ ബി ആണ്. നിഖിൽ ബി ആണ്. അടുത്ത പോയിന്റ് നോക്കാം. വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് നേടിയ താരമാരാണ്? പ്രിയങ്ക ഗോസ്വാമിയാണ് കേട്ടോ. പ്രിയങ്ക ഗോസ്വാമിയാണ്. 2 മണിക്കൂർ 56 മിനിറ്റ് അതുപോലെ തന്നെ 34 സെക്കൻഡുമാണ് അവർ 35 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം. 2 മണിക്കൂർ 56 മിനിറ്റ് 34 സെക്കൻഡ്. ഈ ടൈമൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം. ചിലപ്പം പരീക്ഷയ്ക്ക് അഥവാ
സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് നേടിയ താരമാരാണ്? പ്രിയങ്ക ഗോസ്വാമിയാണ്. എത്രയാണ് ദൈർഘ്യം? 2 മണിക്കൂർ 56 മിനിറ്റ് 34 സെക്കൻഡ് എടുത്ത് അവർ 35 കിലോമീറ്റർ പൂർത്തിയാക്കാൻ. പ്രിയങ്ക ഗോസ്വാമിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഡബിൾ സഖ്യം ഏതാണ്? സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കാൻ എളുപ്പമുണ്ട്. റെഡ്ഡിയും ഷെട്ടിയുമാണെന്ന് നോക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണേ. റെങ്കിറെഡ്ഡിയും അതുപോലെ തന്നെ ഷെട്ടിയുമാണ് ഡബിൾസിൻ്റെ സഖ്യം കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഒന്നുകൂടെ പറയാം. 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഡബിൾ സഖ്യം ഏതാണ്? സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. റെങ്കിറെഡ്ഡിയും ഷെട്ടിയുമാണ് ഡബിൾ സഖ്യം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ പുരുഷ ഡബിൾ സഖ്യം ആരൊക്കെയാണ് സഖ്യം? സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും. പഠിച്ചോണേ. അടുത്ത പോയിന്റിലോട്ട് പോവാം. 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയ കായികതാരമാരാണ്? ഋഷഭ് യാദവാണ് കേട്ടോ. അമ്പെയ്ത്ത് ഐറ്റത്തിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയ കായികതാരമാരാണ്? ഋഷഭ് യാദവാണ്. ഐറ്റം ഏതാണ്? അമ്പെയ്ത്ത്. അടുത്ത പോയിന്റ് നോക്കാം. 2025 പാരീസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാരാണ്? നമ്മുടെ നീരജ് ചോപ്രയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നീരജ് ചോപ്ര ജാവലിൻ ത്രോ താരമാണെന്ന് അറിയാം. അപ്പോൾ പഠിച്ചു നോക്കണം. 2025 പാരീസ് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര. അടുത്തത് 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. 25ാമത് കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 13 മെഡലുകൾ നേടി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്തത് നോക്കാം. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. നോട്ട് ചെയ്തോണേ. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഏത് സംസ്ഥാനമാണ്? ഹരിയാനയാണ്. 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കണേ. അപ്പോൾ എന്താണ്? 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അതായത് 134 മെഡലുകളാണ് നമ്മുടെ ഇന്ത്യ കരസ്ഥമാക്കിയത്. അഥവാ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ 45 സ്വർണം, 40 വെള്ളി, 49 വെങ്കലവും ആണ് കരസ്ഥമാക്കിയത്. ഒന്നുകൂടെ പറയാം. 2025 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. 134 മെഡലുകളാണ് ഇന്ത്യ നേടിയാണ് കരസ്ഥമാക്കിയത്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 45 സ്വർണം, 40 വെള്ളി, 49 വെങ്കലം. ലോകത്ത് ആദ്യമായി റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ലോകത്ത് ആദ്യമായി റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഇനി നമ്മൾ ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ചാണ് പറയുന്നത്. ടെന്നീസ് ഗ്രാൻഡ് സ്ലാമുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം നടന്നത് ഏതാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻ അല്ലേ. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്നറാണ് കേട്ടോ. ഈ യാനിക് സിന്നർ ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലിക്കാരനാണ്. അതുപോലെ തന്നെ 2025 വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? മാഡിസൺ കീസാണ്. USA-കാരിയാണ്. മാഡിസൺ കീസാണ്. അടുത്തത് 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ ആരാണ്? പുരുഷ സിംഗിൾസിൽ കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് സ്പെയിൻകാരനാണ്. അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് കോക്കോ
കോക്കോ ഗൗഫാണ് കേട്ടോ. അപ്പോൾ ഈ യാനിക് സിന്നറും കാർലോസ് അൽക്കാരസിനും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണേ. ഇവർ അങ്ങോട്ടും മാറിയും തിരിഞ്ഞുമാണ് 2025 ഗ്രാൻഡ് സ്ലാമുകളിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. അടുത്തത് 2025 വിംബിൾഡൺ ചാമ്പ്യൻ മാറിയും തിരിഞ്ഞും എന്ന് പറഞ്ഞത്. അപ്പം അടുത്തത് ആരായിരിക്കും വരുന്നത്? യാനിക് സിന്നറാണ് കേട്ടോ. 2025 വിംബിൾഡൺ ചാമ്പ്യൻ ആരാണ്? യാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. അടുത്തത് വനിതാ സിംഗിൾസ് ആരാണ്? ഇഗ സിയാടെക് ആണ് കേട്ടോ. ഇഗ സിയാടെക് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻ ആരാണ്? പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ, ഇറ്റലി. വനിതാ സിംഗിൾസ് മാഡിസൺ കീസ്, USA. 2025 ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യൻ ആരാണ്? പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസ്, സ്പെയിനും. അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് കോക്കോ ഗൗഫ്, USA സ്വദേശിനിയാണ്. 2025 വിംബിൾഡൺ ചാമ്പ്യൻ ആരാണ്? പുരുഷ സിംഗിൾസ് യാനിക് സിന്നർ, ഇറ്റലി. വനിതാ സിംഗിൾസ് ഈഗ സിയാടെക്, പോളണ്ടാണ്. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ടെന്നീസാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? ടെന്നീസാണ്. അടുത്തത് 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയതാരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. 2025 കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയതാരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി യോയോ ടെസ്റ്റിനൊപ്പം BCCI അവതരിപ്പിച്ച പുതിയ ടെസ്റ്റ് ഏതാണ്? ബ്രോങ്കോ ടെസ്റ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏതൊരു കളി ആയിക്കോട്ടെ, അതിൽ മത്സരിക്കുന്ന കളിക്കാരുടെ ഫിറ്റ്നസ് ഒക്കെ അറിയാൻ വേണ്ടി ഓരോരോ ടെസ്റ്റുകൾ നടത്തും, ഫിറ്റ്നസ് ടെസ്റ്റുകൾ നടത്തും. അതാണ് ഈ യോയോ ടെസ്റ്റും ബ്രോങ്കോ ടെസ്റ്റും. അപ്പോൾ ഇതുവരെ ക്രിക്കറ്റിൽ നടത്തിക്കൊണ്ടിരുന്നത് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി യോയോ ടെസ്റ്റിനൊപ്പം, നിലവിലിപ്പം യോയോ ടെസ്റ്റാണ് നടന്നുകൊണ്ടിരുന്നത്, അതിനോടൊപ്പം തന്നെ BCCI അവതരിപ്പിച്ച പുതിയ ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അതായത് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി യോയോ ടെസ്റ്റിനൊപ്പം BCCI അവതരിപ്പിച്ച പുതിയ ടെസ്റ്റ് ഏതാണ്? ബ്രോങ്കോ ടെസ്റ്റാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലെ സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ. ഇപ്പോൾ സ്മൃതി മന്ദാന നമ്മുടെ മീഡിയാസിലും വാർത്തകളിലും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു താരമാണ് സ്മൃതി മന്ദാന. കാരണം വനിതാ ഏകദിന ലോകകപ്പൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വനിതാ ഏകദിന ലോകകപ്പ് നമ്മുടെ ഇന്ത്യക്കാണ് നേടിത്തന്നത്. ആ നേടിത്തന്നതിൽ വലിയൊരു എഫേർട്ട് എടുത്തൊരു താരമാണ് സ്മൃതി മന്ദാന കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാനയാണ്. അടുത്തത് വനിതാ ബാറ്റർമാരുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ. അപ്പോൾ 2 പോയിന്റ് കൊണ്ട് കണക്ട് ചെയ്തങ്ങ് പഠിച്ചോടെ. അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത ആരാണ്? സ്മൃതി മന്ദാന. അതുകൂടാതെ തന്നെ വനിതാ ബാറ്റർമാരുടെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാരാണ്? സ്മൃതി മന്ദാനയാണ്. ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് നിലവിലെ. അടുത്തത് 2025 ഫെബ്രുവരി മാസത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരത്തിന് അർഹരായ ഇന്ത്യൻ ഓപ്പണർ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. 2025 ഫെബ്രുവരി മാസത്തെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ഓപ്പണർ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. അടുത്ത നോക്കാം. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ കംബാക്ക് ഓഫ് ദ ഇയർ വിഭാഗത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ്? ഋഷഭ് പന്താണ് കേട്ടോ. അപ്പോൾ അവാർഡ് എന്താണ്? കംബാക്ക് ഓഫ് ദ ഇയർ അല്ലേ? നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഋഷഭ് പന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ആക്സിഡൻറ്റിനെയൊക്കെ അതിജീവിച്ച് പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കംബാക്ക് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, കംബാക്ക് ഓഫ് ദി ഇയർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ കംബാക്ക് ഓഫ് ദ ഇയർ വിഭാഗത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ്? ഋഷഭ് പന്താണ്. അടുത്തത് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് BCCI നൽകുന്ന കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? നമ്മുടെ സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. നമ്മുടെ ക്രിക്കറ്റിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്ന ആളല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൊടുക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ കണക്ട് ചെയ്തോണം, സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ എന്താണ്? ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് BCCI നൽകുന്ന കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്.
അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അരങ്ങേറ്റത്തിലെ മികച്ച പ്രകടനത്തിനുള്ള BCCI പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ആശാ ശോഭനയാണ്. പ്രീവിയസ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു നോക്കണം. ആശാ ശോഭന. അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര, ഇനി റിപ്പീറ്റ് ചെയ്യാം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് അരങ്ങേറ്റത്തിലെ മികച്ച പ്രകടനത്തിനുള്ള BCCI പുരസ്കാരം ലഭിച്ച മലയാളി വനിതാ താരമാരാണ്? ആശാ ശോഭനയാണ്. 2025 18ാമത് IPL കിരീടം നേടിയതാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് കേട്ടോ, RCB. അപ്പോൾ എന്താണ് 2025 18ാമത് IPL കിരീടം നേടിയതാരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അടുത്തത് IPLൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. IPLൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വൈഷ്ണവി ശർമ്മയാണ്. അപ്പോൾ എന്താണ് 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? വൈഷ്ണവി ശർമ്മയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്തോണ്ട് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2024 T20 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? അതും നമ്മുടെ ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2025 ഏഷ്യ കപ്പ് ജേതാക്കളും നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാരാണ്? ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ, പലർക്കും തെറ്റാൻ സാധ്യതയുള്ളൊരു പോയിന്റാണ്, അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതാരാണ്? ദക്ഷിണാഫ്രിക്കയാണ് അഥവാ സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്ക അഥവാ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക കേട്ടോ. അടുത്തത് അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയതും നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക, അണ്ടർ 19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. രഞ്ജി ട്രോഫി 2024-2025 സീസൺ ജേതാക്കൾ ആരാണ്? വിദർഭയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക, വിദർഭയാണ്. അപ്പോൾ രഞ്ജി ട്രോഫി 2024-2025 സീസൺ ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5ാം തവണയും ചാമ്പ്യന്മാരായത് ആരാണ്? കർണാടകയാണ് കേട്ടോ. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. അപ്പോൾ വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5ാം തവണയും ചാമ്പ്യന്മാരായത് ആരാണ്? കർണാടക. അടുത്തത് 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക, 2025 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അടുത്ത നല്ലൊരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദിക്കാവുന്ന ഒരു പോയിന്റാണ്, പഠിച്ചു വെച്ചോ. 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? പി മാളവിക. ഒരു മാർക്ക് പ്രതീക്ഷിച്ചോ, ഇത് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ എന്താണ് 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? പി മാളവിക. 2025 ഓഗസ്റ്റ് പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 133ാം സ്ഥാനമാണ്. സ്ഥിരമായിട്ട് കേരള PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ പഠിച്ചു നോക്കണം, 133ാം സ്ഥാനമാണ്. 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? ചെൽസിയാണ് കേട്ടോ. ചെൽസിയിലാണ്, അമേരിക്കയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ചെൽസി. UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയതാരാണ്? ഫ്രഞ്ച് ക്ലബ്ബായ PSG ആണ് കേട്ടോ. ഫ്രഞ്ച് ക്ലബ്ബ് PSG ആണ്. UEFA നാഷൻസ് ലീഗ് കിരീടം ലഭിച്ചത് ആർക്കാണ്? പോർച്ചുഗലിലാണ്. UEFA നാഷൻസ് ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? പോർച്ചുഗലിലാണ്. ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയ വ്യക്തി ആരാണ്? രോഹിത് കൃഷ്ണയാണ് കേട്ടോ. പഠിച്ചു നോക്കുക, ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയ വ്യക്തി ആരാണ്? രോഹിത് കൃഷ്ണ. 2025 ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമാരാണ്? ബോധന ശിവാനന്ദനാണ്. അപ്പോൾ പഠിച്ചു നോക്കുക, 2025 ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരമാരാണ്? ബോധന ശിവാനന്ദൻ. അടുത്തത് 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ദിവ്യ ദേശ്മുഖാണ്. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിച്ചു വെച്ചോ, ഒരു മാർക്ക് ഉറപ്പാണ്.
ദിവ്യ ദേശ്മുഖ് കേട്ടോ, ദിവ്യ ദേശ്മുഖ്. അപ്പം ഒരു മാർക്ക് ഉറപ്പാണ്, പഠിച്ചു വെച്ചോളൂ. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ്? ദിവ്യ ദേശ്മുഖാണ്, ദിവ്യ ദേശ്മുഖാണ്. അടുത്തത് ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായ വ്യക്തി ആരാണ്? ഡി ഗുകേഷ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോ. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായ വ്യക്തി ആരാണ്? ഡി ഗുകേഷ് ആണ്. അടുത്തത് ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരമാരാണ്? ദിവി ബിജേഷ് ആണ് കേട്ടോ, ദിവി ബിജേഷ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും, മലയാളി ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെച്ചോളൂ. ജോർജിയയിൽ നടന്ന 8 മുതൽ 12 വയസ്സ് വരെയുള്ളവരുടെ ഫിഡെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ മലയാളി താരമാരാണ്? ദിവി ബിജേഷ് ആണ്, ദിവി ബിജേഷ് ആണ്. അടുത്തത് 2025 നോർവേ ചെസ് കിരീട ജേതാവാരാണ്? മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് 2025 നോർവേ ചെസ് കിരീട ജേതാവാരാണ്? മാഗ്നസ് കാൾസൺ ആണ്. താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരൻ ആണ് കേട്ടോ, നിഹാൽ സരൻ ആണ്. അപ്പോൾ എന്താണ് താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? നിഹാൽ സരൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്പോർട്സ് അഥവാ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ കൂട്ടുകാരൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ക്ലാസ്സുകളാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ഓർ ഹൈപ്പ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.